സിനിമാ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സെൽവി എന്റർപ്രൈസസിന്റെ ബാനറിൽ RM വീരപ്പൻ നിർമ്മിച്ച ചിത്രമായ മന്ത്രകോടി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. സെൻട്രൽ പിക്ചേഴ്സ് ആണ് ഈ സിനിമ വിതരണം നടത്തിയത്. 1972 മാർച്ച് 16 ഈ സിനിമ റിലീസായത്. ഇതേ സിനിമ തമിഴിലെ MGR ആണ് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പ്രേം നസീർ ആണ് മെയിൻ നടനായിട്ട് അഭിനയിച്ചത്. സംവിധാനം M കൃഷ്ണൻ നായർ, തിരക്കഥ നിർമ്മാണം എന്നിവ RM വീരപ്പൻ, സംഗീതം MS വിശ്വനാഥനാണ്. ചിത്രത്തിലെ പാട്ടുകളൊക്കെ അതിഗംഭീരമായിട്ടുള്ള പാട്ടുകൾ തന്നെയായിരുന്നു. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പാട്ടുകൾ തന്നെയാണ്. ചിത്രത്തിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കള് പ്രേം നസീർ, ജോസ് പ്രകാശ്, വിജയശ്രീ, കവിയൂർ പൊന്നമ്മ, പറവൂർ ഭരതൻ, TS മുത്തയ്യ, അടൂർ ബാസി. അടൂർ ബാസിയോടൊപ്പം ഒരു സഹായിയായിട്ട് വേറൊരാളുകളുണ്ട്, പുള്ളിയുടെ പേര് എനിക്കറിയില്ല. അങ്ങനെ ഒരു നല്ലൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ നല്ല വിജയം ആയിട്ടുള്ള സിനിമയാണ് നമ്മുടെ മന്ത്രകോടി എന്ന് പറയുന്ന സിനിമ. ഞാൻ യൂട്യൂബിൽ നിന്നാണ് കേട്ടോ ഈ സിനിമ കണ്ടത്. അതിന്റെ ക്ലൈമാക്സ് രംഗം വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ ഇങ്ങനെ തപ്പിയപ്പോ അതിൽ ഒരാൾ ചോദിച്ചതിന്റെ ഒരു ഭാഗമായിട്ട് ക്ലൈമാക്സിന്റെ വേറൊരു ക്ലിപ്പ് ഇട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ആ ക്ലൈമാക്സ് രംഗവും കാണുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ തന്നെ കമന്റുകളുടെ അടിസ്ഥാനത്തിലൊക്കെ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് തമിഴിൽ ഇറങ്ങിയ സിനിമയെക്കാളും മികച്ച സിനിമയായിട്ട് വിജയിച്ചിട്ടുള്ളത് മലയാളത്തിലെ മന്ത്രകോടി തന്നെയാണ്. വളരെ നല്ല രസമുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. നമുക്ക് ഈ സിനിമയുടെ ചെറിയൊരു കഥാസംഗ്രഹത്തിലേക്ക് നോക്കാം. അധികം വലിച്ചു നീട്ടാണ്ട് തന്നെ മാക്സിമം ചെറുതാക്കി പറയാൻ ശ്രമിക്കാം. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ചീട്ടുകളിയാണ് കാണിക്കുന്നത്. ഒരു കാശ് വെച്ചിട്ടുള്ള ചീട്ടുകളിയാണ്. അപ്പൊ അതിൽ ജോസ് പ്രകാശും പിന്നെ അദ്ദേഹത്തിന്റെ 2 കൂട്ടുകാരും ഇരുന്നുള്ള ചീട്ടുകളി കാണിക്കുന്നു. അതിൽ അദ്ദേഹമാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ രാത്രി വൈകി ജോസ് പ്രകാശ് തന്റെ വീട്ടിലേക്ക് വരികയാണ്. തന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ കവിയൂർ പൊന്നമ്മയാണ് ഭാര്യ. ഉറങ്ങാണ്. ഒരു ഉമ്മറപ്പടിയിൽ ഭർത്താവിനെ കാത്തിരുന്ന് കിടന്നുറങ്ങുന്നു. മകൻ കട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പൊ ജോസ് പ്രകാശ് പതുക്കെ വന്നിട്ട് മകന്റെ കയ്യിൽ മിഠായിയൊക്കെ വെച്ച് കൊടുക്കുന്നു. അതായത് മകൻ ഉണർത്തണ്ടെന്നുള്ള രീതിയിലാണ് കേട്ടോ അത് ചെയ്യണത്. അതേപോലെ ഭാര്യ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു തലേണ എടുത്തിട്ട് പുറകിലേക്ക് കൊണ്ടുവന്ന് ചാരി വെക്കാനുള്ള സമയത്ത് പെട്ടെന്ന് ഭാര്യ ഞെട്ടി എണീക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് തന്റെ കുടുംബത്തിനോടുള്ള സ്നേഹം എന്താന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് കവിയൂർ പൊന്നമ്മ അതായത് ഭാര്യ എണീറ്റിട്ട് പറയാണ് അങ്ങ് വന്നു. അപ്പോ ജോസ് പ്രകാശിന്റെ ക്യാരക്ടർ നെയിം എന്ന് പറയുന്നത് 2 ക്യാരക്ടറിലാണ് ജോസ് പ്രകാശ് ഈ സിനിമയിലുള്ളത്. ഒന്ന് ആയിരുന്നു, ഒന്ന് സ്വാമിജി എന്നുള്ള പേരിൽ 2 ക്യാരക്ടറിലാണ്. കവിയൂർ പൊന്നമ്മ ഈ സിനിമയിൽ സരസ്വതി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ ഞാൻ നേരത്തെ വന്നിരുന്നു, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണെന്ന് പറയുന്നു. അപ്പൊ സരസ്വതി പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു നോട്ടം പോലും എനിക്ക് എന്താ കാര്യങ്ങളെന്ന് അറിയാം. എത്ര തവണ പറയുന്നു ഞാൻ ഇതൊന്നും ചെയ്യണ്ട, നമ്മുടെ മക്കളെ ആലോചിച്ചിട്ടെങ്കിലും അത് ചൂതാട്ടം കളിക്കുന്നത് ശരിയല്ല എന്നൊക്കെ വളരെ വിനയമായിട്ടാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ കാണിക്കുന്ന പോലെ അടി കൂടിയിട്ടുള്ള ബഹളമൊന്നുമല്ല. അപ്പൊ അങ്ങനെ അതിന് ജോസ് പ്രകാശ് SR നായർ അതിനുള്ളൊരു വിശദീകരണം അവിടെ കൊടുക്കുന്നു. അങ്ങനെ എല്ലാം നമുക്ക് വേണ്ടിട്ട് തന്നെയല്ലേ എന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും പിറ്റേ ദിവസം അതിരാവിലെ എണീറ്റിട്ട് പോവാൻ നേരത്ത് സരസ്വതി പറയാണ്, ഇന്ന് നേരത്തെ തന്നെ പോകണം, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ സാധാരണ അപ്പൊ ഇവൻ എന്താ ഇന്നത്തെ പ്രത്യേകത എന്നൊക്കെ ചോദിക്കുമ്പോ അപ്പൊ അങ്ങ് അതും മറന്നൂലേ, അപ്പൊ ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണെന്ന് പറയുന്നു. അപ്പൊ അതെയോ, എന്നാൽ വൈകുന്നേരം പുറപ്പെട്ടിരുന്നുള്ളൂ, മന്ത്രകോടി എടുത്തിരുന്നുള്ളൂ, നമുക്ക് അമ്പലത്തിൽ പോവാന്ന് പറയുന്നു. അപ്പൊ സരസ്വതി പറഞ്ഞു, അതെങ്ങനെയാ ഞാൻ എടുത്തു കൊടുക്കുക, അങ്ങ് വന്നിട്ട് വേണ്ടത് എനിക്ക് തരാമെന്ന്. ശരി, ഞാൻ നേരത്തെ വരാമെന്ന് പറഞ്ഞ് പോവാണ്. അപ്പൊ അങ്ങനെ വീണ്ടും ചീട്ടുകളി ക്ലബ്ബ് കാണിക്കുന്നു, ചീട്ടുകളി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ആദ്യത്തെ റൗണ്ടില് ജോസ് പ്രകാശ് തോൽക്കാണ്. അപ്പൊ തോൽക്കണ സമയത്ത് ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്ന ആള് നോക്കണ സമയത്ത് മറ്റേ ആള് അതിന്റെ ഇപ്പുറത്തിരിക്കുന്ന ഒരാള്, അതായത് കൂട്ടുകാരന്മാരിൽ തന്നെയുള്ള ഒരാള് കള്ളക്കളി കളിക്കാണ്. അതായത് ഷർട്ടിന്റെ ഇതിന്റെ ഉള്ളിൽ ഷർട്ടിന്റെ കയ്യില് അതിന്റെ ഉള്ളിലേക്ക് ചീട്ട് വെച്ചിട്ട് അതിൽ നിന്നെടുത്തിട്ട് കാർഡ് ഇടുകയാണ്. അപ്പൊ കള്ളക്കളി മനസ്സിലാക്കുന്നു. അപ്പൊ ജോസ് പ്രകാശ് ഇവരും തമ്മിൽ ഭയങ്കര അടി നടക്കുന്നു. ഒരു കയ്യബദ്ധത്തിൽ ജോസ് പ്രകാശ് മറ്റയാളെ കൊല്ലുകയാണ്. അപ്പൊ അങ്ങനെ പേടിച്ചിട്ട് അവിടെ നിന്നുള്ള പൈസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ജോസ് പ്രകാശ് ഓടിപ്പോകുമ്പോൾ റെയിൽവേ പാളം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓടിപ്പോകുമ്പോൾ ട്രെയിൻ വരുന്നത് കാണിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ TS മുത്തയ്യയുടെ ക്യാരക്ടർ, അദ്ദേഹം ഒരു പോലീസുകാരനാണ്. അദ്ദേഹം പെട്ടെന്ന് ജോസ് പ്രകാശിന്റെ വീട്ടിലേക്ക് വരുന്നു. ജോസ് പ്രകാശിന്റെ വീട്ടിലേക്ക് വന്നിട്ട് സരസ്വതി പറയുന്നു, ഈ മാലയും ഈ കോട്ടും നിങ്ങളുടെ ഭർത്താവിന്റെ ആണ് ചോദിക്കുന്നു. അപ്പൊ അതേന്ന് പറയുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു ചോദിക്കുന്ന സമയത്ത് പണ്ട് നിങ്ങൾ എന്റെ അനിയനെ കൊന്നു, അതേപോലെ തന്നെ അത് രക്ഷപ്പെടുന്ന സമയത്ത് ട്രെയിൻ അടിച്ചിട്ട് നിങ്ങളുടെ ഭർത്താവ് മരിച്ചു എന്ന് പറയണം. അപ്പൊ തന്നെ അങ്ങനെയാണ് പടത്തിന്റെ അയ്യോ എന്നുള്ളൊരു നിലവിളി കേൾക്കുന്നു. പിന്നെയാണ് പടം ആരംഭിക്കുന്നത്. അപ്പൊ അങ്ങനെ പിന്നത്തെ പടത്തിന്റെ പേരെഴുതി കഴിക്കലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബാങ്ക് മാനേജർ അവിടുത്തെ പൈസകൾ മുഴുവൻ എടുത്തിട്ട് കള്ളനോട്ട്
തിരിച്ചതിലേക്ക് വെക്കുകയാണ്. അപ്പൊ കൂടെ KP ഉമ്മറിന്റെ കഥാപാത്രം പറവൂർ ഭരതൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട് നിങ്ങള് തിരിച്ച് അവിടെ എത്തിയാൽ മതി, നിങ്ങൾക്കുള്ള 50,000 രൂപ നിങ്ങൾക്ക് നല്ല പൈസ ആയിട്ട് തന്നെ തരാമെന്ന് പറയുന്നു. അവരങ്ങനെ പോകുന്നു. അങ്ങനെ ഈ മാനേജർ 3-4 ദിവസം ലീവ് എടുത്തിട്ട് സ്വാമിജിയുടെ അവിടേക്ക് എത്തിയാൽ മതി എന്നാണ്. അപ്പൊ ആ സ്വാമിജിയുടെ അടുത്തേക്ക് പോകും. അപ്പൊ അവിടെ എത്തുന്ന സമയത്ത് മറ്റേ നമ്മുടെ ജോസ് പ്രകാശ് തന്നെയാണ്, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. അപ്പൊ ജോസ് പ്രകാശ് സ്വാമിജിയുടെ വേഷത്തിലൊക്കെയാണ്. അപ്പൊ അങ്ങനെ അവിടെ എത്തുമ്പോൾ ആൾക്കാരായിട്ടുള്ള ക്യാഷ് ഒരു 50,000 രൂപ എടുത്തു കൊടുക്കുന്നു. അപ്പോ സ്വാമിജി പറയാണ് നിങ്ങളിപ്പോ പോകണ്ട, നിങ്ങൾക്കുള്ള ഒരു വിരുന്നൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു നൃത്തവും പാട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനല്ലേ ഒരു പാമ്പാട്ടി ഉണ്ട്. ആ പാമ്പാട്ടി തന്റെ വിഷസർപ്പത്തിനെ തുറന്നു വിട്ടിട്ട് അയാളെ ആ ബാങ്ക് മാനേജറുടെ അടുത്ത് വിടുന്നു. അങ്ങനെ ആ പാമ്പ് കടിച്ചിട്ട് മാനേജർ മരിക്കുകയാണ്. ആള് നല്ല വെള്ളമൊക്കെ അടിച്ച് ഫിറ്റ് ആയി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്നിട്ട് സ്വാമിജി പറയാണ് നിങ്ങൾ ഈ മൃതദേഹം എടുത്തിട്ട് കാട്ടിലേക്ക് കൊണ്ടുപോയി കളഞ്ഞോളാൻ പറയുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു മരണവും ആ ബാങ്കിലത്തെ ഒരു റോബറി ഒക്കെ വലിയൊരു ചർച്ചാ വിഷയമാകുന്നു. അപ്പോൾ സെൻട്രൽ CID-നെ ഇങ്ങോട്ട് അയക്കാണ് കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ആ CID ആണ് പ്രേം നസീറായിട്ട് വരുന്നത്. വേണുഗോപാൽ എന്നാണ് നസീറിന്റെ ഈ സിനിമയിലെ പേര്. അങ്ങനെ ട്രെയിനിൽ വരുമ്പോ തന്നെ സ്വാമിജിയുടെ 2 ആൾക്കാർ അവിടെ ഉണ്ടാവും. അപ്പൊ അവിടെ വെച്ചിട്ട് നല്ലൊരു ട്രെയിനിനുള്ളിൽ തന്നെ ഒരു നല്ലൊരു ആക്ഷൻ ഒക്കെ ഉണ്ടാവുന്നു. പ്രേം നസീർ വേഷം മാറിയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ആക്ഷനിൽ ഒരാളെ പിടിക്കുന്നുണ്ട്. ഒരാളെ പിടിച്ചിട്ട് ആ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് വരുന്നു. പോലീസുകാരന്റെ അടുത്തേക്ക് വരണം. ഈ പോലീസുകാരൻ നേരത്തെ കാണിച്ച TS മുത്തയ്യയുടെ ക്യാരക്ടർ തന്നെയാണ്. ഭാസ്കരൻ മേനോൻ എന്നാണ് TS മുത്തയ്യയുടെ ക്യാരക്ടറുടെ പേര്. അപ്പൊ അങ്ങനെ അവിടെ എത്തുന്നു. അപ്പൊ ഇയാളെ ഇങ്ങനെ കയ്യാമം വെച്ചിട്ടിരിക്കണം. അപ്പൊ കയ്യാമം കഴിക്കാൻ പറയുന്നു. അപ്പൊ കയ്യാമം കഴിച്ച സമയത്ത് പെട്ടെന്ന് ഇയാൾ എന്തോ ഒരു ഗുളിക എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാള് മരിച്ചു പോവാ. അപ്പൊ അങ്ങനെ ആ കേസുമായിട്ടൊരു സംഭവങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. അവസാനം അത് ജോസ് പ്രകാശാണ്, സ്വാമിജി എന്നുള്ള പേരിൽ ജോസ് പ്രകാശാണ് ഇത് എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പുറത്ത് ഈ മുത്തയ്യയുടെ അനിയൻ നേരത്തെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു മകളുണ്ട്. ആ മകളുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് വിജയശ്രീയാണ്. വിജയശ്രീയുടെ പേര് വത്സല എന്ന്. അപ്പൊ ഈ വിജയശ്രീയും പ്രേം നസീറും തമ്മിൽ പ്രണയമാവുന്നുണ്ട്. അങ്ങനെ അവിടെ പ്രേം നസീർ പോലീസുകാരോട് പറയാണ് ഈ കേസന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇദ്ദേഹമാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല തെളിവുകളൊക്കെ ആവശ്യമാണ്. അപ്പൊ അത് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ എനിക്ക് കൂട്ടിന് ഒരാളും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഈ സംഭാഷണത്തിന് മുമ്പ് തന്നെ കർണനാഥൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് നമ്മുടെ അടൂർ ബാസി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആളൊരു ഭാഗവതരാണ് പടത്തിൽ. അപ്പൊ ആളുടെ ഒപ്പം ഒരു മെല്ലിട്ടൊരു ഘടകം എന്ന് പറഞ്ഞിട്ടുള്ള പേരുള്ള ഒരു ആളും കൂടിയുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും നമ്മളുള്ള കുറെ കോമഡി രംഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടുകൂടി തന്നെ പ്രേം നസീർ ഈ കർണനാഥനെ തന്റെ അസിസ്റ്റന്റായിട്ട് വെക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി. അതിനിടയിൽ എങ്ങനെയൊക്കെ ചർച്ചകൾ ചെയ്താലും അവിടെ നിന്നും ന്യൂസ് നമ്മുടെ സ്വാമിജിക്ക് കിട്ടും. അപ്പൊ അതിന്റെ കാര്യം അവിടെ ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിരുന്ന ലേഡിയാണ് ഈ ന്യൂസുകൾ പുറത്തേക്ക് ലീക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള പ്രേം നസീറിന് മനസ്സിലാവുന്നു. അത് വേറൊരു നാടകീയമായിട്ടുള്ള രംഗത്തിൽ കൂടെ അവരെ പിടിക്കുന്നുണ്ട്. അങ്ങനെ അവരെ വീട്ടുതടങ്കലിൽ വെക്കുകയാണ്. ലോക്കപ്പിലാക്കി കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറയുന്നു. അങ്ങനെ അവള് വീട്ടുതടങ്കലിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ലെറ്റർ വരുന്നു. അപ്പൊ ആ ലെറ്ററിൽ വരുമ്പോ ആ 2 ലേഡി പോലീസുകാരുണ്ട് വീട്ടുതടങ്കലിൽ. അവര് പറയാണ് ഞങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ പ്രേം നസീറിന് ഈ ലെറ്റർ കൊടുക്കുന്നു. അപ്പൊ ഇത് വായിക്കാൻ പറ്റണ്ടേ. അപ്പൊ ഇത് വായിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ഒരു കെമിക്കലൊക്കെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ 10-ാം തീയതി വേറെ എന്തോ ഒരു സംഭവം വലിയൊരു ഇത് കടപ്പുറത്ത് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നു. അങ്ങനെ പ്രേം നസീറും അടൂർ വാസിയൊക്കെ വേഷം മാറിയിട്ട് കടപ്പുറത്ത് പോകുന്നു. അപ്പൊ ആ സമയത്ത് നല്ലൊരു പാട്ടുണ്ട്. നല്ല രസത്തിലുള്ള പാട്ടാണ് ആ പടത്തിൽ. എനിക്ക് തോന്നുന്നു ആ പടത്തിലെ ഏറ്റവും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പാട്ടും അത് തന്നെയാണ് തോന്നുന്നത്. ആ രംഗത്തിൽ ഉമ്മർ സംഭവമായിട്ട് വരികയാണ്. അപ്പൊ അതിനിടയിൽ ഉമ്മറും കാര്യങ്ങളൊക്കെയാണ് ആ വഞ്ചിയിൽ വരുന്നത്. അപ്പൊ ഈ മീൻ ഞങ്ങൾ എടുക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ അത് പറ്റില്ല, ഞങ്ങൾ വേറെ ആൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് ഉമ്മർ പറയുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ചെറിയൊരു സംഘടനം ഉമ്മർ രക്ഷപ്പെടുകയാണ്. പക്ഷെ ഈ മീനൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിറയെ രത്നങ്ങളൊക്കെയാണ് ഇതിന്. അപ്പൊ അങ്ങനെ പോലീസുകാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. പിന്നീട് ഇവര് എന്നാലും അറസ്റ്റ് ചെയ്യേണ്ടെന്നൊക്കെ ഉള്ള ഒരു രീതിയിലുണ്ട്. എന്നിട്ട് ആ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ള ആ സ്ത്രീയെ ലോക്കപ്പിലേക്ക് മാറ്റാൻ പറയുന്നു. ഇതിനിടയിൽ തന്നെ സ്വാമിജി വിവരങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ എന്തായാലും പെട്ടെന്ന് പ്രേം നസീറിനെ കൊല്ലണം എന്നുള്ള ഒരു അഭിപ്രായം സ്വാമിജി ഉമ്മറിനോട് പറയാണ്. അപ്പൊ ശരി എന്ന് പറയുന്നു. അങ്ങനെ പ്രേം നസീർ അവിടെ വരികയാണ്. അവിടെ എന്നുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ പ്രേം നസീർ നേരെ സ്വാമിജിക്ക് ഒരു ജ്വല്ലറി ഉണ്ട്. അതാണ് അവരുടെ മെയിൻ ഓഫീസ്. ഇതൊക്കെ ആ സമയത്ത് സിനിമയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് അവിടെ പുറമെ ഇരിക്കുന്ന മാനേജർ ഉണ്ടാവില്ല, അയാളുടെ അടുത്ത് പറഞ്ഞ എന്റെ ഈ മാലയ്ക്ക് എത്ര രൂപ തരുന്നു. അപ്പൊ 300 രൂപ. അതെന്താ നിങ്ങൾ പിടിച്ചു പറിക്കാൻ നിൽക്കണം, എനിക്ക് അങ്ങനെയൊക്കെ വർത്താനങ്ങൾ പറയുന്നു. എനിക്ക് സ്വാമിജി അങ്ങനെ സ്വാമിജിനെ ഇപ്പൊ കാണാൻ പറ്റില്ല, പിന്നെ കാണാം എന്നുള്ളത് പറയുന്നു. ആ മാലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പണ്ട് ജോസ് പ്രകാശ് തന്റെ ഭാര്യയായിട്ടുള്ള സരസ്വതിക്ക് കൊടുത്തിട്ടുള്ള ഒരു മാലയാണത്. അതില് അവൻ സരസ്വതിയുടെ ഫോട്ടോ ഉണ്ട് ആ മാലയുടെ ലോക്കറ്റിൽ.
അപ്പൊ അങ്ങനെ ജോസ് പ്രകാശ് അവിടെ ഇന്നിട്ട് ഒരു വാക്കി ടോക്കി പോലത്തെ ഒരു സംഭവത്തിൽ പറയുന്നുണ്ട് ആളെ അകത്തേക്ക് കയറ്റി വിടും എന്ന് പറയുന്നു. അപ്പൊ അതിനിടെ തന്നെ ഉമ്മറിനോട് പറഞ്ഞ് ചട്ടം കെട്ടിയിട്ടുണ്ടാവും, എന്നെ കാണാൻ വന്ന ആള് ഇയാളല്ലേ, CID അല്ലേ, ഇയാൾ എന്തായാലും ഞാൻ 3 പ്രാവശ്യം വടി കൊണ്ട് കുത്തുമ്പോ അയാൾക്ക് കത്തി എറിഞ്ഞ് കൊന്നേക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കടാര കൊടുക്കുന്നുണ്ട്. അപ്പോ വികലാംഗനാണ് ജോസ് പ്രകാശ്, ഒരു കാല് മുടഞ്ഞു നടത്താൻ പറ്റും. അപ്പൊ അങ്ങനെ ചെന്നിട്ട് ശരി പ്രൈം മിനിസ്റ്റർ ഒന്നും അറിയാത്ത പോലെ അകത്തേക്ക് വരുന്നപ്പോ ജോസ് പ്രകാശ് എന്താണ് പ്രശ്നം എന്ന് നോക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരി എന്താണ് മാല എന്ന് കാണിക്കുന്ന സമയത്ത് ആ മാല ജോസ് പ്രകാശിനെ കാണിക്കണം. പെട്ടെന്ന് തന്നെ ജോസ് പ്രകാശിന് ഇവൻ കാര്യം മനസ്സിലാവുന്നു. അപ്പൊ ഇത് ആരുടെ മാലയാണ് ചോദിക്കുന്നത്, ഇത് എന്റെ അമ്മയുടെ മാല എന്നുള്ള പ്രൈം മിനിസ്റ്റർ ഉണ്ട്. അപ്പോഴത്തേക്കും 3ാമത്തെ കുത്തുതല്ലും അയാൾ പരിഭ്രമിച്ചിട്ട് കുത്തിയതാണ്. അപ്പൊ തന്നെ ഉമ്മർ കത്തി എറിയുമ്പോൾ തന്നെ പെട്ടെന്ന് ജോസ് പ്രകാശ് പ്രൈം മിനിസ്റ്ററിന്റെ മുകളിലേക്ക് നിൽക്കുകയാണ് കമഴ്ന്നിട്ട്. അപ്പൊ കത്തിയേറി ജോസ് പ്രകാശിന് മുതുകത്ത് കുത്തുകയാണ്. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആ ഹോസ്പിറ്റലിലാണ് നമ്മുടെ സരസ്വതി ജോലി നോക്കുന്നത്, നേഴ്സായിട്ട്. ഈവൻ ജോസ് പ്രകാശ് അച്ഛനാണ് പ്രേം നസീറിന് മനസ്സിലാകുന്നില്ല, പക്ഷെ ജോസ് പ്രകാശിനും സരസ്വതിക്കും തമ്മിൽ അങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാവുന്നു. അവർ തമ്മിൽ നല്ല ബോണ്ടിങ് ആണ്, നല്ല സ്നേഹമാണ്. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നുണ്ട് എന്നുള്ള ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും ഭാര്യ മകൻ എന്നുള്ള രീതിയിൽ ജോസ് പ്രകാശ് ഭയങ്കരമായിട്ട് ഒരു ഫീലിംഗ് ഉള്ള ഒരു മനുഷ്യനാണ് ഈ സിനിമയിൽ. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാവുന്നു. അപ്പൊ സരസ്വതി ഭയങ്കര ധർമ്മസങ്കടത്തിലാവും. ഞാനിപ്പോ എന്താ ചെയ്യാം, അച്ഛൻ ഒരു പക്ഷത്ത് ഇങ്ങനെ, മകൻ ഒരു പക്ഷത്ത് വേറെ തരത്തിൽ. അച്ഛൻ മരിച്ചു എന്ന് കരുതിയിട്ട് തിരിച്ചു കിട്ടിയിരിക്കുന്നതാണ് തന്റെ ഭർത്താവ് മരിച്ചു എന്ന് കരുതിയിട്ട് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് തനിക്ക്. അപ്പൊ അങ്ങനെയുള്ള ധർമ്മസങ്കടത്തിലൊക്കെ നിന്നിട്ട് അങ്ങനത്തെ സീനുകൾ ഒരു 3-4 സീനുകളുണ്ട്. അതൊക്കെ ഗംഭീര സീനുകളാണ്. നമുക്ക് വല്ലാണ്ട് മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഡയലോഗ്സും മനസ്സിൽ ടച്ച് ചെയ്യുന്ന രംഗങ്ങളൊക്കെയാണ് ആ സംഭവങ്ങളൊക്കെ. അപ്പൊ അതിനിടയിൽ വിജയശ്രീനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ നിശ്ചയത്തിന്റെ സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനു മുമ്പായിട്ട് ഒരു ജോസ് പ്രകാശ് അസുഖങ്ങളൊക്കെ മാറി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്ത് ഒരു ദിവസം പ്രേം നസീർ വിജയശ്രീനെ കൊണ്ടിട്ട് അങ്ങോട്ട് വരികയാണ്. അപ്പോ ആരാണ് ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നു ഇത് എന്റെ സുഹൃത്താണെന്ന് പറയുമ്പോൾ, അപ്പോ വിവാഹം കഴിക്കാനൊക്കെ ഉള്ള ഇനി മുതൽ ജീവിതത്തിൽ മുമ്പോട്ട് തന്നെ പോകാനുള്ള സുഹൃത്തുക്കളായിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെയാണെന്ന് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ജോസ് പ്രകാശിന്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കിഡലിനായിരുന്നു, നല്ല രസമായിരുന്നു ആ കാര്യങ്ങളൊക്കെ കാണാൻ. ഒരു മാല ജോസ് പ്രകാശ് തിരിച്ച് പ്രേം നസീറിനോട് ഇത് അമ്മയ്ക്ക് കൊടുക്കണം. അപ്പൊ പ്രേം നസീർ പറയുന്നത് ഇതൊന്നും എനിക്ക് വേണ്ട, എന്റെ തരാൻ പാടില്ല, നിങ്ങൾ നേരിട്ട് കൊടുത്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞു അല്ല വേണ്ട, അത് നിങ്ങൾ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ മാല പ്രേം നസീർ മേടിക്കുന്നത് ഉമ്മർ അപ്പുറത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. കാരണം കുറച്ച് നാളങ്ങളായിട്ട് ഉമ്മർ തന്നെ ജോസ് പ്രകാശിന് ഭയങ്കര സംശയം, എല്ലാം ചതിക്കുന്നുണ്ടോ, ഇതിനൊക്കെ പിന്മാറുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയങ്ങളൊക്കെ ഉമ്മറിന് ജനിച്ചിട്ടുണ്ട്. പ്രേം നസീർ പോകുന്നു, തന്റെ അമ്മയ്ക്ക് കൊടുക്കുകയാണ്, ഈ മാല കൊടുക്കുകയാണ്. അപ്പൊ അമ്മ പെട്ടെന്ന് പരിഭ്രമിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അമ്മയ്ക്ക് തന്നതാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ എന്തിനാ അങ്ങോട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു CID ഓഫീസറിലെ പോകാൻ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രേം നസീർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തുടരെ ഇവരുടെ കല്യാണ നിശ്ചയം പെട്ടെന്ന് നടത്തണം എന്നുള്ള ആവശ്യവുമായിട്ട് നമ്മുടെ ഭാസ്കര മേനോൻ സരസ്വതി അമ്മയെ വന്ന് കാണുന്നു. അപ്പൊ ഭാസ്കര മേനോനോട് സരസ്വതി അമ്മ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ വരമാണ്, പക്ഷെ അങ്ങയുടെ ഒരു അപേക്ഷ ഒരിക്കലും ഇവന്റെ അച്ഛൻ വേറൊരാളെ കൊന്ന ആളാണെന്നുള്ളതൊന്നും അറിയരുത് പറഞ്ഞു. അപ്പൊ ഭാസ്കര മേനോൻ പറയുന്നുണ്ട് ഇല്ല, ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതൊന്നും പറയൂല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിശ്ചയ ദിവസം വരികയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഒരു പോലീസുകാരൻ വന്നിട്ട് പ്രേം നസീറിനെ സാറ് വിളിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നു. അങ്ങനെ പ്രേം നസീർ അവിടെ പോകുമ്പോൾ അദ്ദേഹം പറയാണ് നമുക്ക് ഈ നിശ്ചയം ഇനി നടക്കില്ല, കാരണം ഈ ഫോട്ടോ കണ്ടില്ലേ, നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ വഞ്ചിക്കുകയായിരുന്നു, ഈ ഒരു കേസ് തെളിയിക്കാൻ വന്നിട്ട് ഈ കൊള്ള സംഘത്തിനെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഇതാണ്. അപ്പൊ പ്രേം നസീർ പറയുന്നുണ്ട് കല്യാണം നടത്തി തരണ്ടാത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അത് എന്റെ മാറ്റർ അല്ല, പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്, അമ്മയ്ക്ക് അയാൾ കൊടുത്ത സമ്മാനം ഞാൻ കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇത് ഞാൻ തെളിയിച്ചോളാം എന്നുള്ള രീതിയിൽ വരുന്നു. അപ്പൊ ഇതിനിടയിൽ തന്നെ ഈ ഒരു സീൻ വരുന്നതിന് മുമ്പ് തന്നെ സരസ്വതി അമ്മ ജോസ് പ്രകാശിനെ ചെന്ന് കണ്ട് ഈ മാലയൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പ്രേം നസീർ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ സ്വാമിജീനെ വന്ന് കാണാണ്. നിങ്ങൾക്ക് അറിയാമായിരുന്നില്ല ഞാൻ ഇൻസ്പെക്ടർ ആണെന്ന്, അപ്പൊ നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു. അപ്പൊ ജോസ് പ്രകാശ് പറയുന്നുണ്ട് ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല, എനിക്ക് ചതിക്കണമെന്ന് തോന്നിയാലും എനിക്ക് നിന്നെ ചതിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് പ്രേം നസീർ പെട്ടെന്നൊരു ചൂടായി വരുന്ന ഇതാവുമ്പോഴത്തേക്കും ഉമ്മർ അപ്പുറത്ത് ലൈറ്റ് ഓഫ് ആക്കുകയാണ്. അപ്പൊ ജോസ് പ്രകാശം കൊണ്ട് ഉമ്മർ കടന്നു കളയാണ്. അപ്പം പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്യുന്ന പ്രേം നസീർ കാണുന്ന കാറിലേക്ക് കയറ്റിക്കൊണ്ടുവന്ന ജോസ് പ്രകാശം കാണാം. പിന്നെ ഒരു ചേസിങ് പോലത്തെ പോവാണ്, ഒരു സ്ഥലത്തെത്തുന്നത്. വേറെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കൊള്ള സങ്കേതം ഉണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് ഉമ്മർ പെട്ടെന്ന് ജോസ് പ്രകാശിന്റെ അടുത്ത് ചോദിക്കണം നീ എവിടെയാണ് എല്ലാ സാധനങ്ങളും വെക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ എന്നിട്ട് അവർ രണ്ടുപേരും നമ്മളൊരു ആക്ഷൻ തുടങ്ങുന്നു. അപ്പോഴാണ് ജോസ് പ്രകാശിന് കാലിനും പ്രശ്നമില്ല എന്നുള്ളതൊക്കെ ഉമ്മറിന് മനസ്സിലാവുന്നത്. നമുക്കും അപ്പോഴേ മനസ്സിലാവുള്ളൂ ആക്ച്വലി. അപ്പൊ ഇവിടെ നീ പറഞ്ഞു പറ്റിക്കായിരുന്നു അല്ലെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആക്ഷൻ നടക്കുന്നു. പ്രേം നസീറും പെട്ടെന്ന് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ തോക്കൊക്കെ താഴെ വീഴുന്നുണ്ട്. അപ്പൊ ജോസ് പ്രകാശ് അടി കിട്ടിയിട്ട് വേറൊരു സ്ഥലത്ത് കിടക്കുന്ന സമയത്ത് പ്രേം നസീറും ഉമ്മറും തമ്മിലൊരു അടി നടക്കുന്നുണ്ട്. അപ്പൊ ഉമ്മറിന്റെ അടുത്ത്
പ്രേം നസീർ ചോദിക്കുന്നുണ്ട് ആരാണ് സ്വാമിജി, എന്താണ് നിങ്ങളെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ സ്വാമിജി ഒന്നല്ല എന്ന് പറഞ്ഞു പറയുമ്പോഴത്തേക്കും ജോസ് പ്രകാശ് അവിടുന്ന് വെടിവെച്ചു പോലും. എന്നിട്ട് ജോസ് പ്രകാശ് അവിടുന്ന് രക്ഷപ്പെടും. പ്രേം നസീറിന്റെ വീട്ടിലേക്ക് തന്നെയാണ് തിരിച്ചു കയറിയിരിക്കുന്നത്. അപ്പൊ പ്രേം നസീറിനെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, സരസ്വതി നടത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ പ്രേം നസീർ വന്നിട്ട് സരസ്വതിയോട് ചൂടാവുന്ന ഒരു രംഗം ആണ് കാണിക്കുന്നത്. ചൂടാവുമല്ല, ഒരു വിഷമം പോലെ. അപ്പോ വീണ്ടും അതായത് ജോസ് പ്രകാശിനെ സംരക്ഷിക്കുക തന്നെയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്നെ വധിക്കാം, എന്നെ കൊല്ലാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് തോക്ക് നീട്ടുന്നുണ്ട്. അപ്പൊ തോക്ക് മേടിക്കാതിരിക്കുന്ന സരസ്വതിയോട് തന്നെ സ്വന്തം അമ്മയോട് പറയണം, വേണ്ട, അമ്മയ്ക്ക് വളർത്തി വലുതാക്കി എന്നെ ഇതിനൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടെങ്കിൽ ഞാൻ തന്നെ സ്വയം മരിച്ചോളാം എന്ന് പറയുന്ന സമയത്ത് ജോസ് പ്രകാശ് പെട്ടെന്ന് അയ്യോ അരുത് എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് പ്രേം നസീർ ആളോട് ചൂടാവാണ്, താങ്കൾ എന്റെ അമ്മയെ പോലും നിഷ്കരണം എന്താ പറയാ വളരെ വിശ്വസ്തനായിട്ട് അല്ലെങ്കിൽ വളരെ നല്ലവനായിട്ട് അഭിനയിച്ച് ഇതൊക്കെ ഇങ്ങനെ ചെയ്യായിരുന്നു നിങ്ങളും ഒക്കെ കൂടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഡയലോഗുകളൊക്കെയാണ്. പെട്ടെന്ന് അമ്മയോടും പ്രേം നസീർ പറഞ്ഞു, എന്തിനാണ് ഇയാളെ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയത്, എന്തിനാണ് ഇതേപോലെയുള്ള ഒരാളെ ആൾക്ക് വേണ്ടിയിട്ട് വാദിച്ചത് എന്നുള്ളതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ നമ്മുടെ കബീർ പൊന്നമ്മയുടെ ക്യാരക്ടർ മരിച്ചിട്ടുണ്ടാവും. അപ്പൊ ജോസ് പ്രകാശ് പെട്ടെന്ന് പറയാണ്, ഒരുപാട് ഭാരങ്ങളൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് പുറത്ത് പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവള് നമ്മളെല്ലാവരും ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോയി എന്നുള്ള ഒരു രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെയാണ് പിന്നെ വരുന്നത്. ആ സമയത്ത് പോലീസുകാർ അവിടെ വരുന്നുണ്ട്. അപ്പൊ പോലീസ് ഓഫീസർ മേനോൻ വിളിക്കുന്നത് സ്വാമിജി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ സ്വാമിജി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ മേനോനും എന്നെ മനസ്സിലായില്ല എന്ന് ജോസ് പ്രകാശ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഓ മിസ്റ്റർ നായർ തിരിച്ചും ചോദിക്കുന്നത്. കാരണം അപ്പോഴാണ് ജോസ് പ്രകാശ് സ്വാമിജി അല്ല നായർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നായരോ മിസ്റ്റർ നായർ എന്ന് വിളിക്കുമ്പോൾ പ്രേം നസീർ സംശയത്തോടുകൂടി നോക്കാൻ പറയാണ്, ഇദ്ദേഹം സരസ്വതിയുടെ ഭർത്താവാണെന്ന് പറയുന്നത്. അപ്പൊ അതെ, അപ്പൊ ഇദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹം എന്റെ അച്ഛൻ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ട് ജോസ് പ്രകാശിനകത്ത് തിരിയുന്ന സമയത്ത് ജോസ് പ്രകാശ് പറയുന്നു ചില ഡയലോഗ്സ് ഒക്കെ ആ സമയത്തുണ്ട്. അപ്പൊ അങ്ങനെ വളരെ വിഷമമായിട്ടുള്ള ഒരു നിൽക്കുന്ന ഒരു സമയത്ത് പോലീസുകാർ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയുകയാണ്. ജോസ് പ്രകാശിനെ അറസ്റ്റ് ചെയ്യുക പറയണം. അപ്പൊ ജോസ് പ്രകാശ് വളരെ വിഷമത്തിൽ പറയേണ്ട, എന്റെ ഭാര്യയുടെ അവസാനത്തെ ഒരു ആഗ്രഹമാണ് ഞാൻ തന്നെ മന്ത്രകോടി കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവസാനത്തെ സമയത്തെങ്കിലും ഞാൻ അവൾക്കൊന്ന് മന്ത്രകോടി പതിപ്പിച്ചോട്ടെ, എനിക്ക് അതിനെങ്കിലും ഒരു അനുവാദം തരണം എന്ന് പറയുന്നു. അങ്ങനെ അതൊക്കെ ശരി, അതൊക്കെ ചെയ്യുന്നു, മന്ത്രകോടി പതിക്കുന്നു. അങ്ങനെ പടം അവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രേം നസീർ വിജയശ്രീയുടെ ക്യാരക്ടർ അവരുടെ ആ ഒരു ലൈനപ്പ് ഒക്കെ പോകുന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവം കബീർ പൊന്നമ്മയുടെയും ജോസ് പ്രകാശിന്റെയും സീനുകളാണ്. വളരെ വളരെ ടച്ച് ആയിട്ടുള്ള ഒരു സീനുകളാണ് എല്ലാം. നല്ല രസമായിരുന്നു. അതായത് പറയാതെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള റെസ്പെക്ട്, ഭർത്താവിന് ഭാര്യയോടുള്ള റെസ്പെക്ട്, അതേപോലെ ഒരു കുടുംബത്തിൽ ഉള്ള സ്നേഹം, ഇതൊക്കെ ഉണ്ട്. അത് ഒരു കുടുംബത്തിൽ തന്റെ മകനോടും ഭാര്യയോടുമുള്ള ഒരു സ്നേഹം, അതുപോലെ എന്താ പറയാ ചീത്ത വഴി കൂടെ പോയി, പക്ഷെ ഇയാൾക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിന്റെ അവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല എന്ന് ഉള്ള മനസ്സിലാക്കുന്ന ആ രംഗങ്ങള്, അതേപോലെ എത്രയൊക്കെ ക്രൂരനാണെന്നുണ്ടെങ്കിലും തന്റെ കുടുംബത്തിനോടുള്ള ഒരു സ്നേഹം, അവസാനം നന്നാവാനുള്ള ഒരു ശ്രമങ്ങള്, ഇവരുടെ അതില് ഏറ്റവും കൂടുതൽ ആ വിമ്മിഷ്ടം അനുഭവിച്ച ത്രൂ ഔട്ട് ആ സിനിമയിൽ വിമ്മിഷ്ടം അനുഭവിച്ചിരിക്കുന്ന ക്യാരക്ടറുകളാണ് സരസ്വതിയുടെ ക്യാരക്ടറും ജോസ് പ്രകാശിന്റെ ക്യാരക്ടറും. അതായത് ഇങ്ങനെ എല്ലാത്തിന്റെയും ഇടയിലാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ അവരുടെയൊക്കെ ആ ഒരു പെർഫോമൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് ജോസ് പ്രകാശിന്റെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. ഞാൻ പേഴ്സണലി എന്റെ അഭിപ്രായം പറഞ്ഞ അഭിപ്രായങ്ങൾ ഒരുപാട് പേർക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അതേപോലെ കബീർ പൊന്നമ്മയുടെ റോള് അന്നും അമ്മ തന്നെയാണ്. പക്ഷെ എന്ത് നാച്ചുറലായിട്ടാണ് അവരൊക്കെ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ പ്രേം നസീർ സാറിന്റെ കാര്യം പറയാൻ പറ്റില്ല. ആള് അടിപൊളിയാണ്, ഹാൻഡ്സം ആണ്, നല്ല രസമാണ്. ആൾക്ക് നിത്യഹരിത നായകൻ എന്ന് പറയുന്നത് വെറുതെ അല്ല. പിന്നെ വിജയശ്രീ എന്തൊരു ഭംഗിയാണ്. ആ സിനിമയിലൊക്കെ ഓരോന്നും വളരെ നല്ല രീതിയിലാണ് എടുത്തു വരിക്കുന്നത്. ഒരു ഫീല് വരും ഈ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ. ആ ഒരു വിഷമം എന്ന് പറയുന്നത് ആ ഒരു ക്ലൈമാക്സ് പോർഷൻ വേറെ ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഒഴുക്ക് ചെറുതായിട്ടൊന്ന് മിസ്സായി പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, നല്ല പടമാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വില്ലനാണെന്നുണ്ടെങ്കിലും ജോസ് പ്രകാശിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫാമിലിയോടുള്ള അറ്റാച്ച്മെന്റും അതേപോലെ ആ ഭാര്യയോടുള്ള സ്നേഹമൊക്കെ കാണിക്കുന്ന രംഗങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും കിടിലനായിരുന്നു. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അഭിപ്രായങ്ങളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോസ് പ്രകാശ്, കബീർ പൊന്നമ്മ ഇവരുടെ പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രേം നസീർ, വിജയശ്രീ ഇവരൊക്കെ സാധാരണ നോർമൽ എങ്ങനെയൊക്കെയാണ് പോകുന്നത് അതേപോലെ തന്നെ ആയിട്ട് ചെയ്തു പോയിട്ടുണ്ട്.
പിന്നെ അടൂർ ബാസിയുടെ ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട്. അടൂർ ബാസിയുടെ ഒപ്പം ഒരു സഹായമായിട്ട് വേറൊരു മെലിഞ്ഞിട്ടൊരു മനുഷ്യണ്ടായിരുന്നു. ആള് കിടിലനായിരുന്നു. ആളുടെ പേര് എനിക്കറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കിടിലനായിരുന്നു. ഘടകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഉമ്മറും പറവൂർ ഭരതനൊക്കെ ആസ് യൂഷ്വൽ എന്താണ് ചെയ്തു പോകുന്നത് അത് അതേപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ജോസ് പ്രകാശിനാണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ടുള്ള പെർഫോമൻസും ആ ഒരു ഡെപ്തും നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെ പ്രേം നസീറിന്റെ ക്യാരക്ടർ നന്നായിട്ട് പ്രേം നസീർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഡെപ്ത് കൊടുത്തിരിക്കുന്നത്, അതായത് അത് കഥയിൽ വരുന്ന ഡെപ്താണ്. ആ ഡെപ്ത് വന്നിരിക്കുന്നത് ജോസ് പ്രകാശിന്റെ ക്യാരക്ടറിനും സരസ്വതിയുടെ, അതായത് അച്ഛന്റെയും അമ്മയുടെയും ക്യാരക്ടറാണ്. ക്ലൈമാക്സിൽ കുറച്ച് മുഹൂർത്തങ്ങളുണ്ട് പ്രേം നസീറിന്റെ, അത് കിടലിനായിരുന്നു. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻട്രിയില് വേഷം മാറിയിട്ട് വരുന്ന സീനൊക്കെ നല്ല രസമുണ്ട്. എല്ലാ കാര്യങ്ങളും കൊള്ളാമായിരുന്നു. പടം യൂട്യൂബിൽ അവൈലബിൾ തന്നെയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മൂവി. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.